എന്നിടുന്ന ഈ ഇലയും പൂവല്ലാതെ എക്സ്ട്രാ വേറെ ഒരു പൂവും കിട്ടാനില്ലല്ലോ ദൈവമേ കളത്തിലിടുന്ന ആലോചിക്കുമ്പോഴാണ് പാഷൻ ഫ്രൂട്ട് പഴുത്തിക്കണം കണ്ടോ. നേരെ കൈയോടെ പൊട്ടിച്ചത് കുടിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ പറഞ്ഞു രാവിലെ തന്നെ ഈ പുളിയൊക്കെ കഴിക്കണമെന്ന്. എനിക്കാണെങ്കിൽ ഈ പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ പഞ്ചസാര ഇട്ട് കുടിച്ച് നല്ല ടേസ്റ്റാണ്. പക്ഷെ എന്നാലും ആ പുളിയോടുകൂടെ കഴിച്ചിട്ട് അവസാനം ഒരു ഞൊട്ടിടുമ്പോൾ കിടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഓഫ്. അപ്പോൾ വേഗം തന്നെ മിറ്റടിച്ചു. ഇന്ന് കളടാൻ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട റോസപ്പ് പൊട്ടിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് വാണിംഗ് വന്നായിരുന്നു. നാടമ്പൂ പൊട്ടിക്കില്ലേ മോളെ, വേറെ റോസ് പൊട്ടിക്കുന്നുണ്ട്, ഏതെങ്ങാണ്ട് ചുക്കള പിക്കളാടി ഒരു റോസപ്പൂ ആണ് നടുക്കിൽ വെച്ചത് കേട്ടോ. കുറച്ചധികം മടിയുള്ളത് കൊണ്ട് തന്നെ ഇന്ന് കുറച്ചധികം പൂക്കളും കിട്ടി. കളം വർണ്ണശലഭമാക്കിയേ തീരുന്നു ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാണ് കേട്ടോ. ഇത്രയും നാളിട്ടിരിക്കുന്ന പൂക്കളത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇലയുണ്ട്, പൂവുണ്ട്, കായുണ്ട്, എല്ലാം അതിൻ്റെ കളത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അകത്ത് കയറിയപ്പോൾ എനിക്ക് ക്ഷീണമായി പോയി ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാളിൽ പോയിട്ട് ഈ ഒരു യോഗട്ടിൻ്റെ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് മേടിച്ചത് അവരാരും കഴിക്കണ്ടായപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ തന്നെ ഇരുന്ന് കഴിക്കാന്ന് വെച്ചു. മേലെ പോയിട്ടൊന്ന് കെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോഴുണ്ടോ റൂമ് തലതിരിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം വരെ പോകാനുണ്ട് കേട്ടോ. എനിക്ക് എവിടേക്കെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ റൂം അലങ്കോലാക്കി വെച്ച് പോകാൻ ഭയങ്കര ടെൻഷനാണ്, ഒരു വിഷമമാണ്. അത് ക്ലീനാക്കി കുട്ടപ്പനാക്കി വെച്ചിട്ട് ഞാൻ ദൂരയാത്രകളൊക്കെ പോകാറുള്ളൂ. അപ്പോൾ അലമാരി ആണെങ്കിൽ ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ അലമാരി ഫുള്ള് ഡ്രസ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് അടക്കി വെച്ചിട്ടുണ്ട്. വീട്ടിലിടുന്ന ഡ്രസ്സുകളാണെങ്കിലും അലങ്കോലമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് എനിക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എൻ്റെ റൂം അവിടെ നല്ല രീതിയിലാണല്ലോ കിടക്കുന്നത്, ഒരാൾ പെട്ടെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ മോശം പറയില്ലല്ലോ എന്നൊരു സംഭവമാണ്. പിന്നെ ബെഡ്ഷീറ്റ് പുതിയത് തന്നെ എപ്പോഴും പോലെ. നിങ്ങൾ പറയാം നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് പ്രാന്താണെന്ന്. പക്ഷേ എനിക്ക് ആഴ്ചയിൽ ബെഡ്ഷീറ്റ് മാറ്റണം ഗൈസ്. ഇപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബെഡ്ഷീറ്റ് മേടിക്കും. പണ്ടാണെങ്കിൽ ഇട്ട ബെഡ്ഷീറ്റ് തന്നെ മാറ്റി ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള നമുക്ക് സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള ചെക്കിൻ്റെ ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ യെല്ലോ ആണ് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഇതെൻ്റെ റൂമിലേക്ക് മോഹിച്ച് ഞാൻ മേടിച്ച എയർ ഫ്രഷ്നറാണ്, ഓട്ടോമാറ്റിക് എയർ ഫ്രഷ്നറാണ്. എൻ്റെ പൊന്നെ 10 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. റൂം അടിപൊളി, ഭയങ്കര റിഫ്രഷിംഗ് ആയിരിക്കും. ഇനി ഒന്ന് കെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.